ഈ ദിവസം ഇതുവരെയുള്ള പ്രധാന വാർത്തകളുമായി പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തൃശൂരിൽ വോട്ടർ പട്ടിക വിവാദം കത്തുന്നു. MP ഓഫീസ് ആക്രമിച്ചതിൽ BJP പ്രതിഷേധം. കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തിയിട്ടും പ്രതികരിക്കാതെ സുരേഷ് ഗോപി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയ നിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ്. സെബാസ്റ്റിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ്, 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഹോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നൌഷാദ് ന്യൂസ് 18നോട്. ന്യൂസ് 18 ബ്രേക്കിംഗ്. സമൂഹ മാധ്യമ ഇടപെടൽ പോരെന്ന് CPM-ൽ വിമർശനം. ND നികേഷ് കുമാറിന്റെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി. വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കാനാവുന്നില്ലെന്ന് വിലയിരുത്തൽ. നികേഷിന് പാർട്ടി നൽകുന്ന കൂടിയ അലവൻസിലും അതൃപ്തി. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് KT ജലീൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചേക്കും. തവനൂരിൽ താൽപര്യം പ്രകടിപ്പിക്കാതെ അബ്ദുറഹ്മാൻ. മുസ്ലിം ലീഗിനെതിരെ ജലീലിനെ മുൻനിർത്തി LDF നീക്കം. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി ജലീലും. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. സർവകലാശാല ഭരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്തിന്? VC-മാരെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനെന്നും കോടതി. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ച് ചാൻസലർ. വിഭജന ഭീതി ദിനം ഓർമ്മിപ്പിച്ച് വീണ്ടും VC-മാർക്ക് കത്ത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. വരണാധികാരിക്കെതിരായ ഹർജി കോടതി തള്ളി. നിരാശാജനകമെന്ന സാന്ദ്ര. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. തീരുവ തർക്കങ്ങൾക്കിടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക്. UN പൊതുസഭയിൽ മോദി സംസാരിക്കുക അടുത്ത മാസം. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യത. വിശദമായ വാർത്തകൾ നോക്കാം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ ഓരോന്നായി പുറത്തുവരുമ്പോഴും വിവാദത്തിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മണ്ഡലത്തിൽ ഇന്നെത്തിയ സുരേഷ് ഗോപിയുടെ മറുപടി. ജോർജ് കുര്യനാകട്ടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർക്കുകയാണ് അതേസമയം BJP നേതാക്കൾ. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. ഊർനലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വിടും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കുക.
ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതില് നിങ്ങൾ പെടരുത് എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക, അതല്ല ചെയ്യേണ്ടത്. അതിനിടെ BJP ഇന്ന് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നടക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടക്കും. പക്ഷേ അതിലേക്ക് നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വോട്ടർ പട്ടിക ക്രമക്കേടിലെ ആരോപണങ്ങളും വിവാദവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഇന്ന് സുരേഷ് ഗോപി എത്തുന്നത്. സംഘർഷം, വിവാദം, അങ്ങനെ സംഭവ ബഹുലമാണ് തൃശൂർ. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഇതുവരെ തൃശൂർ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്? ശ്രീജ, രാവിലെ 9:30 മണിയോടുകൂടി വന്ദേ ഭാരതിൽ തൃശൂർ മണ്ഡലത്തിൽ സ്വന്തം വോട്ടർമാരുടെ അടുത്തേക്ക് സുരേഷ് ഗോപി വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ്. പക്ഷേ ആ പ്രതികരണങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമായിരുന്നു BJP പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. അതിനുശേഷം അവിടെ നിന്ന് നേരെ അശ്വിനി ആശുപത്രിയിലേക്ക്. ഇന്നലെ രാത്രി നടന്ന BJP CPM നേതാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തങ്ങളുടെ പ്രവർത്തകരെ കാണുന്നതിനു വേണ്ടി സുരേഷ് ഗോപി അശ്വിനി ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ചും മാധ്യമങ്ങൾ ആവർത്തിച്ച് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വിവാദത്തിൽ, എന്താണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ വോട്ടുകളിൽ ചില അവ്യക്തതകൾ ഉണ്ടല്ലോ, കുടുംബത്തിന്റെ പേര് വരുന്നുണ്ട്, കന്യാസ്ത്രീ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ വരുന്നു. പക്ഷേ സുരേഷ് ഗോപി അതിലൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനം ഇത്രയും ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ അദ്ദേഹം പോകുന്നത് MP ഓഫീസിലേക്കാണ്. തന്റെ ഓഫീസിൽ ഇന്നലെ BJP പ്രവർത്തകർ, CPM നേതാവ് വിപിൻ അടക്കമുള്ള പ്രവർത്തകർ കരിയോയിലൊഴിച്ചു, ആ ബോർഡിൽ കരിയോയിലൊഴിച്ചു. അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിലെ സ്റ്റാഫുകളുമായി സംസാരിക്കുന്നു, പ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ആ സമയത്ത് തന്നെ K. സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അതിനുശേഷം സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും മൗനം മാത്രമാണ്. കാറിൽ കയറി കൊച്ചിയിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് സുരേഷ് ഗോപിയെ ആരും ചോദ്യങ്ങൾ ഉന്നയിക്കരുത്, സുരേഷ് ഗോപിയോട് ആരും ഒന്നും ചോദിക്കരുത്, അദ്ദേഹം പ്രതികരിക്കില്ല, തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തി, തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമാണ് സുരേഷ് ഗോപി ഉണ്ടായിരുന്നത്, തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും കാര്യങ്ങളെല്ലാം ചെയ്തതും പാർട്ടിയാണ്, പാർട്ടി ഇതിന് ഉത്തരം പറയും എന്ന് പറഞ്ഞുകൊണ്ട് K. സുരേന്ദ്രൻ CPM-നെയും കോൺഗ്രസിനെയും ആഞ്ഞടിക്കുന്നുണ്ട്. ഇതൊരു വ്യാജ ആരോപണമാണ്. അങ്ങനെ പരാതികളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കൂ, പരാതികളുമായി മുന്നോട്ട് പോകൂ, ഹൈക്കോടതിയെ സമീപിക്കൂ എന്ന കാര്യങ്ങൾ മാത്രം സുരേന്ദ്രൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനപ്രീതി ഉയർന്നിട്ടേ ഉള്ളൂ. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ സുരേഷ് ഗോപി വീണ്ടും തൃശൂരിൽ തന്നെ തുടരും. വരുന്ന തിരഞ്ഞെടുപ്പുകളിലും തൃശൂരിനെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി തന്നെ MP ആകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സുരേന്ദ്രൻ മടങ്ങുന്നു. പക്ഷേ പിന്നീട് ജോർജ് കുര്യനോ അങ്ങനെ നേതാക്കൾ ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. ഈ ഒരു പ്രതിഷേധം, വലിയൊരു പ്രതിഷേധമായിരുന്നു പിന്നീട് തൃശൂർ നഗരം സാക്ഷിയായത്. അത്
കമ്മീഷണർ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ശോഭാ സുരേന്ദ്രനും ബി ഗോപാലകൃഷ്ണനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ക്ഷമിക്കണം ശ്രീജ, അതിൽ 3 പ്രാവശ്യമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദം ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് സുരേഷ് ഗോപി അവിടെ എത്തി. ഈ വലിയ വിവാദങ്ങളുടെ ഏറ്റവും നടുവിൽ നിൽക്കുമ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾ പലയിടത്ത് വെച്ചും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസം മാത്രം ഉന്നയിച്ച് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ഇന്നലത്തെ മാർച്ചിനിടെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ അദ്ദേഹം ആശുപത്രിയിലെത്തി കണ്ടു. തുടർന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്ക് പ്രതിരോധം ഒരുക്കാൻ നേതാക്കൾ നേരിട്ട് തന്നെ ഇറങ്ങുകയാണ്. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ തൃശൂരിൽ കണ്ടത്. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് അതേസമയം UDF-ഉം LDF-ഉം. വോട്ട് കൊള്ളയിൽ മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കും BJP-ക്കും ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മൗനമെന്നും VD സതീശൻ ആരോപിച്ചു. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചാൽ. ഇപ്പൊ നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ. അതേസമയം BJP രാഷ്ട്രീയമായി ഉത്തരം പറയണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. ഭീഷണി വേണ്ടെന്നും കുറെ കണ്ടതാണെന്നുമായിരുന്നു CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി. സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടത് എന്താ ഈ സംഭവിച്ചത്? അവരാണല്ലോ, അവരെ കുടുംബക്കാരും അവരുമാണ്, RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ് അത് അവിടെയും ഇവിടെയും വോട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അവർ ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് ഉപയോഗിക്കുക. അത് ഗൗരവപൂർവമായ അന്വേഷണവും പരിശോധനയും. ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുൻപാകെ ഹാജരായി LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വിശദീകരണം നൽകി. തെളിവുകൾ സത്യവാങ്മൂലമായി നൽകണമെന്ന് പറയാൻ കമ്മീഷന് അധികാരമില്ല. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ആകെ തട്ടിപ്പാണെന്നും കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തീവ്ര പരിശോധനയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലെ പിഴവ് സുപ്രീംകോടതിയിൽ ഹർജിക്കാർ ഇന്നലെ തുറന്നു കാട്ടിയിരുന്നു. അതേസമയം ആധാർ കാർഡ് പൌരത്വത്തിന്റെ നിർണായക രേഖയായി കാണാനാവില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വാദത്തിനിടയിൽ സുപ്രീംകോടതി ശരിവെച്ചത് ഹർജിക്കാർക്ക് തിരിച്ചടിയായി. അതേസമയം വോട്ട് കൊള്ളയിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെ രാത്രി മെഴുകുതിരി കത്തിച്ച് എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കും. വോട്ടുകള്ളൻ സിംഹാസനം വിട്ടുപോവുക എന്ന ടാഗ് ലൈനോടെ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ പ്രത്യേക പ്രചാരണം നടത്താനും AICC യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ആലപ്പുഴ ചേർത്തലയിലെ ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയ നിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ.
ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് പറഞ്ഞു. ആയിഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും തിരോധാനത്തിന് ശേഷം ആ സ്ഥലം വിറ്റതും റോസമ്മ ഇടനില നിന്നാണ്. റോസമ്മയുടെ വീട്ടിൽ 2023 വരെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് നുണയാണ്. ജൂലി എന്ന ഒരു യുവതിയും മകനും ആ വീട്ടിലുണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തിയ നൌഷാദ് ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ബ്രേക്കിംഗ്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ സെബാസ്റ്റ്യൻ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. അതാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് നൌഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനിലത്ത് ഐഷയെ സഹായിക്കുന്ന, ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൌഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ വീണ്ടും തവനൂരിൽ മത്സരിച്ചേക്കും. ജലീലിനെ മുൻനിർത്തി UDF-നെതിരെ LDF നീക്കം ശക്തമാക്കി കഴിഞ്ഞു. ഇതോടെ KT ജലീൽ 4ാമതും തവനൂരിൽ മത്സരിക്കാൻ സാധ്യതയേറുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നായിരുന്നു ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ മാസങ്ങൾക്കപ്പുറം സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. തവനൂർ മണ്ഡലത്തിൽ ജലീലിനല്ലാതെ മറ്റാർക്കും ജയിച്ചു കയറാനാകില്ലെന്ന പാർട്ടി വിലയിരുത്തലാണ് ഇതിൽ പ്രധാനം. താനൂരിൽ നിന്നും വി അബ്ദുറഹ്മാനെ തവനൂരിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടന്നെങ്കിലും വി അബ്ദുറഹ്മാൻ ഇതിനോട് അനുകൂലമായില്ല പ്രതികരിച്ചത്. പൂർണ്ണമായും LDF മണ്ഡലമല്ലാത്ത തവനൂരിൽ UDF-ലെ വോട്ട് കൂടി സമാഹരിച്ചാണ് ജലീൽ ജയിച്ചു കയറുന്നത്. അത് മറ്റൊരാൾക്ക് സാധ്യമായേക്കില്ലെന്ന പാർട്ടിയുടെ വിലയിരുത്തലും ഇവിടെ നിർണായകമാണ്. പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ജലീലിന്റെ നിലപാട്. വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് KT ജലീൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇപ്രകാരം. നിലപാടുകളിലും മാറ്റം, മറുപടിയിലും വ്യക്തം. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിന്റെ ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും, ശക്തമായിട്ട് ഭാവിയിലും തുടരും. അതെ, അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ. എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്നും അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ ഒരിതിന് പ്രസക്തിയില്ല.
ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ്, ലഹരിമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ PK ഫിറോസിന്റെ സഹോദരന്റെ അറസ്റ്റ്, വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ പുനരധിവാസ ഭൂമിയിലെ പ്രശ്നങ്ങൾ തുടങ്ങി സ്വകാര്യ ട്രസ്റ്റുകളുടെയും സംഘടനകളുടെയും തലപ്പത്ത് പാണക്കാട് തങ്ങന്മാർ വരുന്നതിന് വരെ ജലീൽ വിമർശിച്ചു കഴിഞ്ഞു. CPM പലപ്പോഴും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ മയപ്പെട്ട ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ് ജലീൽ തുറന്നടിക്കുന്നത്. മുസ്ലിം ലീഗിനെതിരായ ഈ പോരാട്ടങ്ങളെ LDF ഏറ്റെടുക്കുകയും ജലീലിനെ ഇതിന്റെ മുന്നണി പോരാളിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടെ തവനൂരിൽ 4-ാം അംഗത്തിനും ജലീൽ ഇറങ്ങുമെന്നതിന്റെ സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. പാർട്ടിയുടെ സമൂഹ മാധ്യമ ഇടപെടൽ പരാജയമാകുന്നുവെന്ന് CPM-ൽ വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV നികേഷ് കുമാറിനാണ് നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല. പാർട്ടിക്ക് പ്രതിരോധം തീർക്കലും സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരണവും നേരത്തെ ഉള്ളത്ര പോലും കാര്യക്ഷമമാക്കാൻ നികേഷിന് കഴിയുന്നില്ല എന്നാണ് വിമർശനം. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പാർട്ടി പത്രവും ചാനലും കൊണ്ട് മാത്രം പാർട്ടി വിരുദ്ധ പ്രചരണങ്ങളെ ചെറുക്കാൻ കഴിയില്ലെന്ന് CPM നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ പേരിൽ പോരിനിറങ്ങുന്ന സൈബർ സംഘങ്ങൾ ഉണ്ടാക്കിയത് ഗുണത്തെക്കാളേറെ ദോഷം. പോരാളി ഷാജിമാരും കടന്നൽ കൂട്ടങ്ങളുമൊക്കെ CPM-ന് ബാധ്യതയായി. അതോടെയാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലിന് കേന്ദ്രീകൃത സംവിധാനം CPM ആലോചിച്ചത്. മാധ്യമപ്രവർത്തനം മതിയാക്കി പാർട്ടിയിലേക്ക് വന്ന MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സാമൂഹ്യ മാധ്യമ പ്രചരണ വിഭാഗത്തിന് ചുമതല നൽകി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രത്യേക താൽപര്യമായിരുന്നു ഇതിനു പിന്നിൽ. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും മുമ്പ് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ സാമൂഹ്യ മാധ്യമ പ്രചരണം ഏകോപിപ്പിക്കാനെത്തി. നീലപ്പെട്ടി വിവാദവും പത്രപരസ്യങ്ങളും അടക്കം തൊട്ടതെല്ലാം പാളി. അനുകൂലമാകേണ്ടിയിരുന്ന രാഷ്ട്രീയ സാഹചര്യം എതിരായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു നികേഷ് കുമാറിന്റെ അടുത്ത പരീക്ഷണ വേദി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ചിട്ടും വലിയ പരാജയമാണ് അവിടെയും CPM-നെ കാത്തിരുന്നത്. വോട്ട് കണക്കിൽ മാത്രമല്ല, സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലും CPM പിന്നിലായി. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓളം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന അഭിപ്രായം സ്ഥാനാർത്ഥിയായിരുന്ന M സുരാജിന് പോലും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച വിമർശനമുയർന്നിരുന്നു. നികേഷിനെ സഹായിക്കാൻ വലിയൊരു സംഘം AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി CPM ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും ഫലം ചെയ്യുന്നില്ലെന്നും മുൻപത്തേക്കാൾ മോശമായി എന്നുമാണ് പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈബർ സംഘം പരാജയപ്പെട്ടെന്ന വിലയിരുത്തലുണ്ട്. ഈ പോരായ്മകൾ മറികടക്കാനാണ് പാർട്ടിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാടെടുക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ 10,000 പേരുടെ കൂട്ടായ്മയ്ക്ക് പാർട്ടി ശ്രമം തുടങ്ങിയത്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് CPM അലവൻസ് നൽകാറുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറും പൂർണ്ണസമയ പ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹത്തിന് വൻതുക അലവൻസായി നൽകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്നും കോടതി വ്യക്തമാക്കി. തർക്കം പരിധി കടക്കരുതെന്നും ഗവർണറും സർക്കാരും ചർച്ച നടത്തണമെന്നും കോടതി ആവർത്തിച്ചു. നാളെ രാവിലെ കോടതിയിൽ പേരുകൾ നൽകാമെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ, കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ചപ്പോഴും കോടതി കൃത്യമായി പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നൊരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഗവർണർ വീണ്ടും താൽക്കാലിക VC-മാരായി സിസ തോമസിനെയും ശിവപ്രസാദിനെയും നിയമിക്കുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ ഈ തർക്കം ഏതാണ്ട് പരിഹരിക്കുന്നു, ഒരു സമവായത്തിലെത്തി എന്ന് പറയാൻ കഴിയുമോ? എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അതായത് കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞതായിരുന്നു, ഒരു തരത്തിലും ഒരു തർക്കത്തിലേക്ക് പോകരുത്, ഇരുവരും സമന്വയത്തോടെ മുന്നോട്ട് പോകണം, സർക്കാരും ഗവർണറും ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇങ്ങനെ കാലാതീതമായി മുന്നോട്ട് പോകുന്നു. അതായത് സ്ഥിരം VC നിയമനം എന്നത് നടക്കുന്നില്ല. മറ്റൊന്ന്, ഇവർ തമ്മിലുള്ള തർക്കം ഇങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ച് ഗവർണറുടെ പേര്, ഗവർണർ നിർദ്ദേശിക്കുന്ന പേര് ഉടൻ തന്നെ കോടതി സമർപ്പിക്കണം. ഒപ്പം തന്നെ സർക്കാർ ആരുടെയൊക്കെയാണ് പേര് നിർദ്ദേശിക്കുന്നത് അതും നിർദ്ദേശിക്കണം, ഉടൻ തന്നെ കോടതി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇത് നാളെ തന്നെ ഈ കോടതിയിൽ സർക്കാരിന്റെ പേരുകൾ അത് നിർദ്ദേശിക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ അഭിഭാഷകൻ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്ത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇരുവരും തമ്മിലുള്ള തർക്കം അതിങ്ങനെ അതിൽ കടന്നൊരിക്കലും പോകാൻ പാടില്ല എന്നുള്ളൊരു ആവർത്തന
പ്രവർത്തനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപീകരണം അത് സർക്കാരിൻ്റെ അവകാശമാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്കാൽ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വാദം കേൾക്കുന്നതിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ ഒരു തിരിച്ചടി ഗവർണർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു അനുഭൂതി സൃഷ്ടിച്ചുവെങ്കിൽ പോലും തന്നെ ഇക്കാര്യത്തിൽ ഒരു സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ നീക്കമെന്ന അർത്ഥത്തിൽ നമുക്കിത് കണക്കാക്കപ്പെടാം. അതായത് ഇരുവർക്കും ഈ ആർക്കാണ് ഇതിൻ്റെ അധികാരം എന്നതിലല്ല കാര്യം, ഈ VC നിയമനത്തിൽ മുന്നോട്ട് പോകണം. അതായത് വിദ്യാർത്ഥികളുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും എത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സർക്കാർ നൽകിയിട്ടുള്ള പുതിയ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ 5 അംഗ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അത് നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിടാതെ പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അത് രാഷ്ട്രപതിയും പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അതും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വിഷയങ്ങൾ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടി അത് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കാമെന്ന് ഉള്ള അറിയിപ്പ് വരികയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമന്വയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലാത്ത അധികാരത്തിൽ കൈകടത്തരുത്. സർക്കാർ ചങ്കുറപ്പോടെ ഗവർണറുടെ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ച് ഗവർണർ. എല്ലാ സർവകലാശാലകളും ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ വീണ്ടും കത്ത് നൽകി. ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാരും പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കുലർ അനുസരിക്കാൻ സർവകലാശാലകളും ഇതുവരെ തയ്യാറായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലറെന്നും ദിനാചരണം നടത്തണമെന്നുമാണ് രാജ്ഭവന്റെ കർശന നിലപാട്. ആദ്യ സർക്കുലറിൽ സർവകലാശാലകൾ താൽപര്യം കാണിക്കാത്തതോടെയാണ് ഇന്നലെ വീണ്ടും ഗവർണറുടെ കത്ത്. കേരള, കണ്ണൂർ സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ കൈമാറിയിരുന്നു. എന്നാൽ കേരള സർവകലാശാല സർക്കുലർ തിരുത്തിയത് വിവാദമായി. ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ ഇടപെടൽ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ശോഭ കെടുത്താനുള്ള നീക്കമാണ് ഗവർണറുടേതെന്ന് പ്രതിപക്ഷം. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. സർക്കുലർ നടപ്പാക്കേണ്ടതില്ലെന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജുകളെ അറിയിച്ചേക്കും. ഗവർണറുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. RSS അജണ്ടയ്ക്ക് സർവകലാശാലകളെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ കോടതി തള്ളി. സംഘടനാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് എറണാകുളം സബ് കോടതി തള്ളിയത്. വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ നിരാശയും വേദനയും ഉണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഹർജി തള്ളി എന്ന് പറയുന്നത് 3 ഇന്ററിം പെറ്റീഷൻസ് കൊടുത്തിരുന്നു. ഒന്ന്, ഈ വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല, അത് മാറ്റണം. കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് ഇല്ല. കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കോടതി ഇടപെട്ട് ഈ ഇലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു. ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ. ഈ 3 കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല. നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല. അത് പെൻഡിങ്ങിലാണ്. ഈ ആദ്യം കൊടുത്ത ഭരണാധികാരിക്കെതിരെ കൊടുത്ത ഈ 3 ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായും ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും നിർമ്മാതാക്കളായ സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചു. കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. സന്തോഷം.
മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യതയുണ്ട്. വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യ US ബന്ധം വഷളായിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത്. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് യാത്ര. ജനറൽ അസംബ്ലിയിൽ മോദി സംസാരിക്കും. സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് ഇരു നേതാക്കളും കണ്ടിരുന്നു. ഇതിനുശേഷമാണ് അമേരിക്ക തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചത്. സെപ്റ്റംബറിൽ കൂടിക്കാഴ്ച നടന്നാൽ വ്യാപാര കരാർ മുഖ്യ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. വിഷയത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനാകും ഇന്ത്യയുടെ ശ്രമം. അമേരിക്കയുടെ 25% തീരുവ ഈ മാസം 7-നാണ് ഇന്ത്യക്ക് മേൽ നിലവിൽ വന്നത്. പിഴയായി ഈടാക്കിയ അടുത്ത 25% കൂടി പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ വിപണി കടുത്ത പ്രതിസന്ധിയിലാകും. എന്നാൽ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന എന്ത് നിലപാടാകും നേതാക്കൾ സ്വീകരിക്കുക എന്നത് നിർണായകമാണ്. കൂടിക്കാഴ്ച നടന്നില്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം അടുത്തൊന്നും നല്ല നിലയിൽ ആകില്ല എന്ന് വേണം കരുതാൻ. ഇതിനിടെ 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഈ മാസം 25-ന് ഇന്ത്യയിലെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും.